എല്ലാവർക്കും നമസ്കാരം. ഫ്രൈഡേ മന്നയിലേക്ക് സ്വാഗതം. ഇന്നത്തെ തുടർന്ന് വചനം സംസാരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ സാമുവൽ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മെ പരിപാലിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത, പ്രാണനെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരുതലുകൾ, ഇതെല്ലാം ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ ആശ്വാസം ലഭിക്കാത്ത, നിരാശരായിട്ടുള്ള, പാപത്തിന്റെ ഭാരം ചുമക്കുന്ന, രോഗത്തിലും ദുഃഖത്തിലും കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടം ജനത്തെ കണ്ടുകൊണ്ട് അവരെ യേശുവിൻ്റെ അടുക്കലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന്. മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കുമ്പോൾ അകത്തളത്തിലുള്ള വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും അറിയാവുന്ന യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിങ്ങൾ ചുമക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, നിങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തളർത്തുന്ന മേഖലകൾ, നിങ്ങളുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ആകുലതകൾ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭയങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ചിന്താകുലങ്ങൾ, തലമുറകളെക്കുറിച്ചുള്ള വേദനകൾ, ഭാരങ്ങൾ, അടയ്ക്കപ്പെട്ട വഴികളെ കണ്ടുകൊണ്ട് ആരൊരു വഴി എനിക്ക് വേണ്ടി തുറക്കും എന്നുള്ള ചിന്താകുലങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ, ഈ നിലയിലൂടെ മുൻപോട്ട് കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രത്യാശയറ്റ, ചിന്താകുലങ്ങളേറ്റ, ഭാരങ്ങൾ വഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ യേശു കാണുകയാണ്. ഇങ്ങനെയുള്ളവരെ കാണുവാൻ നേതാക്കന്മാരോ ഇങ്ങനെയുള്ളവരെ കാണുവാൻ മറ്റുള്ളവരോ ആരുമില്ല. എന്നാൽ തിരസ്കരിക്കപ്പെട്ട, ആകുലതകൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന യേശു അവരെ വിളിക്കുകയാണ്. അവർക്ക് ആശ്വാസമില്ല, അവർ ദുഃഖം അനുഭവിക്കുന്നവരാണ്, വേദനയിലൂടെ കടന്നു പോകുന്നവരാണ്, അവരാശ്വാസമറ്റവളാണ്. അവരെ വിളിക്കുകയാണ്, എൻ്റെ അടുക്കൽ വരിക. നീ ആയിരിക്കുന്ന നിന്റെ അവസ്ഥയിൽ, നിന്റെ ഭാരങ്ങളുമായി, നിന്റെ വേദനകളുമായി, നിന്റെ രോഗങ്ങളുമായി, നിന്റെ ദുഃഖങ്ങളുമായി, നിന്റെ മനപ്രയാസങ്ങളുമായി എൻ്റെ അടുക്കൽ വാ. എൻ്റെ അടുക്കൽ വന്നാൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിൻ്റെ അടുക്കലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. നമ്മുടെ ഭാരങ്ങളെ വഹിക്കുവാൻ നമ്മുടെ കരങ്ങൾക്ക് ശക്തിയില്ല. നമ്മുടെ ഭാരങ്ങളെ നമ്മുടെ കരങ്ങൾ വെച്ചാൽ നമ്മുടെ കരങ്ങൾ തളർന്നു പോകും. എന്നാൽ നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വേദനകൾ, 55-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ നമ്മളോട് പറയുക, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക. ദൈവം പറയുന്നു, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. നിന്റെ വേദനകൾക്ക് ഞാൻ പരിഹാരം തരാം, നിന്റെ മനപ്രയാസങ്ങൾക്ക് ഞാൻ പരിഹാരം തരാം. യേശു വിളിച്ചു പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നത്തെക്കാൾ വലിയവനാണ് യേശു. നമ്മുടെ ഭയത്തെക്കാൾ വലിയവനാണ് യേശു. നമ്മുടെ ബലഹീനതയേക്കാൾ ശക്തനാണ് നമ്മുടെ യേശു. ആ യേശുവിൻ്റെ അടുക്കിലേക്ക് നാം ചെല്ലുമ്പോൾ അവിടെ നമുക്ക് വിടുതലുണ്ട് എന്നുള്ളതാണ്. അതെ, നമുക്ക് ആശ്വാസം നൽകുവാൻ, സമാധാനം നൽകുവാൻ, സൗഖ്യം നൽകുവാൻ യേശു വിളിക്കുന്നു. അവൻ്റെ വിളി കേട്ട് അവൻ്റെ അടുക്കലേക്ക് ചെല്ലുക. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ ചെന്നവരെ യേശു ആശ്വസിപ്പിച്ചു. അതെ, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ പ്രാരംഭവാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്.
കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. എന്നെ സൗഖ്യമാക്കുവാൻ എൻ്റെ പ്രമാണത്തിന് കഴിയുകയില്ല. എന്നെ സൗഖ്യമാക്കുവാൻ പുരോഹിതന്മാർ കഴിയില്ല. എന്നെ സൗഖ്യമാക്കുവാൻ വൈദ്യന്മാർക്ക് കഴിയില്ല. ഞാൻ ആശയറ്റവനാണ്, ഞാൻ തിരസ്കരിക്കപ്പെട്ടവനാണ്. ഞാൻ ഈ കുഷ്ഠരോഗത്തിൻ്റെ ഈ പാപഭാരമേറ്റുകൊണ്ട് തിരസ്കരിക്കപ്പെട്ടവരായ ഒരു മനുഷ്യനാണ്. എന്നെ അംഗീകരിപ്പാൻ ആരുമില്ല, എന്നെ സ്വീകരിപ്പാൻ ആരുമില്ല, എന്നോട് മനസ്സുള്ളവരാരുമില്ല, എന്നോട് മനസ്സലിവുള്ളവരാരുമില്ല. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു. യേശു പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവനെ തൊടുകയാണ്. യേശു തൊട്ടപ്പോൾ തന്നെ അവൻ സൗഖ്യമുള്ളവനായി മാറി. അവൻ്റെ ഭാരം, അവൻ്റെ വേദനകൾ, അവൻ്റെ നിരാശകൾ, അവൻ്റെ ഒറ്റപ്പെടുത്തലുകൾക്ക് എല്ലാം യേശു പരിഹാരം നൽകി എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്തതിനെ കുടുംബത്തിന്, കുടുംബക്കാർക്ക്, സമൂഹത്തിന്, നേതാക്കന്മാർക്ക് ആർക്കും ചെയ്യുവാൻ കഴിയാത്തതിനെ ചെയ്യുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ്. നീ ഉള്ള അവസ്ഥയിൽ, നിന്റെ വേദനയിൽ അവൻ്റെ അടുക്കിലേക്ക് അടുത്ത് എന്നാൽ പരിഹാരം അവൻ്റെ പക്കലുണ്ട്. അവൻ നമ്മളെ ആശ്വസിപ്പിക്കും. ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ അവൻ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ളവനാണ്. ഈ ദിവസങ്ങളിൽ നീ ഏത് വിഷയത്തിലാണ് ഭാരപ്പെട്ടിരിക്കുന്നത്, വേദനപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിന്മേൽ പരിഹാരം യേശുവിൻ്റെ പക്കലുണ്ട്. അതേ, നിന്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് യേശു. നിന്നെ ചുമക്കുവാൻ, നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിവുള്ളവനാണ് യേശു. അവൻ്റെ അടുക്കലേക്ക് ചെല്ലുക, അവൻ്റെ വിളിയെ സ്വീകരിക്കുക. അവൻ സൗഖ്യമാക്കുവാൻ കഴിവുള്ള കർത്താവാണ്. അതേ, നാം പള്ളിപ്രമാണിയായ യായിറോസിനെ കുറിച്ച് സുവിശേഷങ്ങൾ നാം പഠിക്കുമ്പോൾ അവൻ്റെ ഭാരവുമായി, അവൻ്റെ വേദനയുമായി യേശുവിൻ്റെ പാദത്തിൽ വീണു. അവൻ്റെ വേദന എന്താണ്? ഏകമകൾ, 12 വയസ്സ് പ്രായമുള്ള ഏകമകൾ. അവൻ ആ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പലരും ശ്രമിച്ചെങ്കിലും സാധ്യമായില്ല. കുഞ്ഞ് മരിപ്പാറായിരിക്കുന്നു. യേശുവിൻ്റെ പാദത്തിൻ്റെ അടുക്കലേക്ക് അവൻ വന്ന് വീണു എന്നുള്ളതാണ്. കർത്താവേ, നീ എന്നോട് മനസ്സറിയണമേ. ഒരു മനുഷ്യൻ വന്ന് പറയുക, ഗുരുവിനെ നീ അസഹ്യപ്പെടുത്തേണ്ട, നിന്റെ മകൾ മരിച്ചുപോയി. എങ്കിലും ആ പാദപീഠത്തിൽ, ആ ദിവ്യപാദപീഠത്തിൽ വന്ന് വീണവനെ യേശു ആശ്വസിപ്പിക്കുകയാണ്. യേശു പറഞ്ഞു, മരിച്ചുപോയെന്ന വാക്ക് നീ വിശ്വസിക്കണ്ട, നീ ധൈര്യമായിരിക്കുക, അവൾ രക്ഷപ്പെടും. ഇന്ന് ചില വാക്കുകൾ കേട്ടുകൊണ്ട് നീ ഭാരപ്പെടുന്നെങ്കിൽ, ചില നെഗറ്റീവായ വർത്തമാനത്തിന് മുമ്പിൽ നീ ഭാരപ്പെടുന്നെങ്കിൽ, യേശു പറയുന്നു, ആ വാക്ക് നീ കൈക്കൊള്ളണ്ട, ആ വാക്കിനെ നീ അംഗീകരിക്കണ്ട. എന്നാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. കർത്താവ് പറയാണ്, സമാധാനമായിരിക്കുക മകനെ, ആ വിഷയത്തിൽ സമാധാനമായിരിക്കുക, മകളെ ആ വിഷയത്തിൽ സമാധാനമായിരിക്കുക, ഞാൻ നിന്നെ സഹായിക്കും. അവൻ ആശ്വാസം ഉള്ളവനായി ഭവനത്തിലേക്ക് കടന്നുപോയി എന്ന് കാണാൻ കഴിയുന്നുണ്ട്. യേശു ആ ഭവനത്തിലേക്ക് ചെന്നു, ആ കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ചു, എഴുന്നേൽപ്പിച്ചു, ജീവനുള്ള പൈതലാക്കി അവർക്ക് യേശു ഏൽപ്പിച്ചു കൊടുത്തു. അതെ, നിന്റെ ജീവിതത്തിൻ്റെ വിഷയം എന്താണ്? എല്ലാത്തിന്മേലും പ്രവർത്തിപ്പാൻ രോഗത്തിൻ്റെ മേൽ ജയമുള്ള യേശു, മരണത്തിന്മേൽ ജയമുള്ളവനായ യേശു, എല്ലാത്തെയും ജയിക്കുവാൻ കഴിവുള്ള യേശു. ആ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. നിന്റെ നിരാശകൾ മാറുമാറി പ്രവർത്തിപ്പാൻ യേശുവിന് കഴിയും. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ആശ്വാസം തരുവാൻ കഴിവുള്ള യേശുവിൻ്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്നെ കേൾക്കുന്ന മക്കളുടെ ആശ്വാസത്തെയും സമാധാനത്തെയും കെടുത്തുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, ചെറിയ വചനങ്ങളാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോട് കർത്തൃസൂഷയിൽ പാസ്റ്റർ കെ സാമുവേൽ. ഇന്നത്തെ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് ഒത്തിരി ആശ്വാസമായി എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം.